ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ദൈവം മനുഷ്യനെ സ്വന്തം കൈകൊണ്ട് നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. പാപനിമിത്തം അവൻ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയി. ദൈവത്തിൻ്റെ അദൃശ്യമായ ഗുണങ്ങൾ, അവൻ്റെ നിത്യമായ ശക്തിയും വലിപ്പവും ലോകസൃഷ്ടിയുടെ കാലം മുതൽ അവൻ്റെ പ്രവൃത്തികളിലൂടെ അവൻ വെളിപ്പെടുത്തി. എന്നാൽ പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നകന്ന് നരകത്തിന് യോഗ്യരായി തീർന്നു. മനുഷ്യൻ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാകുന്നില്ല. അവൻ തൻ്റേതായ മിഥ്യാധാരണകളിൽ ജീവിക്കുന്നു. യേശുക്രിസ്തു സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കാൽവറി ക്രൂശിൽ യാഗമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം കാണാൻ കഴിയും. അതായത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. താങ്കളുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അതിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ.